രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായ കുതിപ്പാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി നേടിയെടുത്തത്. രണ്ടാം പിണറായി സർക്കാർ യാഥാർത്ഥ്യമായി മാറി. LDF തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിൽ വന്നു. ഇപ്പോൾ മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള ശ്രമത്തിലാണ് CPM. അതിനുള്ള മാസ്റ്റർ പ്ലാൻ അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു. മാർച്ച് മാസത്തിൽ CPMന്റെ സംസ്ഥാന സമ്മേളനമാണ്. സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയും എന്നുള്ളത് ഉറപ്പായി. പകരം പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സംസ്ഥാന സെക്രട്ടറിയായി വരും എന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പിണക്കങ്ങളൊക്കെ മാറും എന്നതാണ് CPM വിചാരിക്കുന്നത്, CPM കരുതുന്നത്. ആഭ്യന്തര പിണക്കങ്ങളൊക്കെ മാറി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, പല ജനക്ഷേമ പ്രവർത്തനങ്ങളും വരും കാലങ്ങളിൽ കൊണ്ടുവന്ന് ജനങ്ങളെ CPMലേക്ക് അല്ലെങ്കിൽ LDFലേക്ക് അടുപ്പിക്കാൻ CPM മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് സൂചന. ബംഗാളിലേതുപോലെ തുടർച്ചയായി അധികാരം നേടുക, അതാണ് പിണറായി ലക്ഷ്യമാക്കുന്നത്. 2026 മൂന്നാമതും മുഖ്യമന്ത്രിയാകാൻ പിണറായി ഒരുങ്ങുമ്പോൾ അതിന് അദ്ദേഹത്തിന് സഹായകരമാകുന്നത് UDF നേതാക്കളുടെ തമ്മിലടിയാണ്. KPCC അധ്യക്ഷനെ മാറ്റാൻ പോലും കഴിയാത്ത UDF നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ്, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ദൗർബല്യം. സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ സുധാകരനെ മാറ്റാൻ കഴിഞ്ഞില്ല. അതാണ് വലിയ ഒരു തിരിച്ചടിയായി കോൺഗ്രസിന് മാറിയത്. മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഓതിരം ഘടകം പറഞ്ഞു വെട്ടുകയാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ. KC വേണുഗോപാലിനും മുഖ്യമന്ത്രിയായാൽ കൊള്ളാം എന്നുണ്ട്. ശശി തരൂറും ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനം. ഇങ്ങനെ കൃത്യമായ ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാനില്ലാതെയാണ് UDF ഇലക്ഷനെ നേരിടുന്നത്, വരുന്ന 2026 ഇലക്ഷനെ നേരിടുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം അപ്പുറത്ത് കേഡർ ചിട്ടയിൽ കാര്യങ്ങൾ നടക്കുന്നു. മാർച്ച് മാസത്തിൽ CPMന്റെ സംസ്ഥാന സമ്മേളനം കഴിയും. അതോടുകൂടി പുതിയ സംസ്ഥാന സെക്രട്ടറി വരും. MA ബേബി വരുമ്പോൾ പൊതുവെ ഒരു സമവായ രീതിയിൽ CPMനെ നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ CPMന് തുടർഭരണം ഉറപ്പാണെന്ന് പിണറായി വിജയനും CPMും ഉറച്ച് വിശ്വസിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിരുദ്ധ നയങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിരുന്നു പിണറായി സർക്കാർ. സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷൻ അഴിമതിയും ഒക്കെ പിണറായി സർക്കാരിനെ വേട്ടയാടിയിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഈസിയായി പുഷ്പം പോലെ അധികാരത്തിൽ വന്നു. പല UDF കൊത്തളങ്ങളും തകർത്ത് തരിപ്പണമാക്കി പിണറായിയുടെ പടയോട്ടത്തിൽ. മൂന്നാമതും മിന്നൽ പിണറായി മാറുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പിണറായി ഇപ്പോൾ കരുക്കൾ നീക്കുന്നത് വളരെ ശക്തമായിട്ടാണ്, വളരെ ശ്രദ്ധയോടെയാണ്. ഒരിടത്തും വീഴ്ച പറ്റാതെ കരുക്കൾ മുന്നോട്ട് നീക്കുന്നു. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ജനകീയ പരിപാടികൾ ആരംഭിക്കാനാണ് CPM ശ്രമിക്കുന്നത്. LDFനെ ഒറ്റക്കെട്ടായി നിർത്താനും CPIയെ കൂടെ കൂട്ടി നിർത്താനും LDFന്റെ ഒത്തൊരുമയിൽ ഭരണം പിടിക്കാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞു പിണറായി വിജയൻ.